9 മാസത്തെ ബഹിരാകാശ വാസത്തിനൊടുവിൽ ഭൂമി തൊട്ടിരിക്കുകയാണ്. ഒടുവിൽ നമ്മുടെ സുനിത വില്യംസും ക്രൂ 9 സംഘവും കാഴ്ചകളിലേക്ക്. And splashdown, Crew 9 back on Earth. We have visual on 4 healthy mains. ഇന്ത്യൻ സമയം പുലർച്ചെ 3:27 ഡ്രാഗൺ പേടകം ഭൂമിയിൽ സുരക്ഷിതമായി ഇറങ്ങിയത്. കപ്പലിൽ എത്തിച്ചതിനു ശേഷം 4:08 പേടകത്തിന്റെ വാതിൽ തുറന്നു. 4:18 നിക് ഹേഗ് ആദ്യം പുറത്തിറങ്ങി. We can see folks on board clapping as our first crew member. And that is NASA astronaut Nick Hague, commander of Crew 9. Now out of Crew Dragon Freedom. Some smiles, thumbs up, and a wave. Can't get any better than that. Yeah, that is one happy camper. നമ്മളെ ഏവരും കാത്തിരുന്ന സുനിത വില്യംസ് മൂന്നാമതായാണ് പുറത്തിറങ്ങിയത്. Splashdown. Oh, looks like we're getting our next crew member here. That is none other than Sunny Williams. Big smile, big waves. She, like her other crew members, now will be assisted onto the mobility aid. ചരിത്ര മുഹൂർത്തത്തിനാണ് ലോകം സാക്ഷ്യം വഹിച്ചത്. നാസയ്ക്കും സ്പേസ് എക്സിനും അഭിനന്ദന പ്രവാഹമാണ്. ക്രൂ 9 അംഗങ്ങളെ ഭൂമിയിലേക്ക് സ്വാഗതം ചെയ്തു നാസ. അപ്പോൾ സമഗ്രമായ വിവരങ്ങളുമായി നമുക്കൊപ്പം ഉള്ളത് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് അഗസ്റ്റ് സെബാസ്റ്റ്യൻ ആണ്. സെബാനെ, ഗുഡ് മോർണിംഗ്. ഈ പേടകം ഭൂമിയിലേക്ക് വന്നത് മുതൽ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഈ കാഴ്ചകൾ, ഈ കാര്യങ്ങൾ ഓരോന്നും വളരെ വിശദമായി എത്തിക്കുന്നുണ്ടായിരുന്നു സെബാൻ. അങ്ങനെ നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മളെ ആശങ്കയിൽ നിർത്തിയിരുന്ന ഒരു ദൗത്യം ഇന്നലെ മുഴുവൻ ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയാണ് നമ്മൾ ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഒരുപോലെ കാത്തിരുന്നത്. എനിക്ക് തോന്നുന്നു ഈ സമീപകാലത്തൊന്നും ഇങ്ങനൊരു മുഹൂർത്തത്തെ നമ്മൾ ആരും നേരിൽ കണ്ടിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും ഒക്കെയാണ് നമുക്ക് എല്ലാവർക്കും. പറയൂ സെബാനെ, ഇപ്പോൾ ദൗത്യം കഴിഞ്ഞു, സംഘമെത്തി, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സേതു പറഞ്ഞതുപോലെ തന്നെ ലോകം മുഴുവൻ കാത്തിരുന്ന ഒരു ചരിത്ര നിമിഷം, അതിനാണിപ്പോൾ നാം എല്ലാം സാക്ഷ്യം വഹിച്ചത്. നേരത്തെ സേതു പറഞ്ഞതുപോലെ കഴിഞ്ഞ 9 മാസങ്ങളായി ബഹിരാകാശ കേന്ദ്രത്തിൽ കുടുങ്ങിക്കിടന്ന സുനിത വില്യംസ്, ബുച്ച് വിൽമോർ അടക്കമുള്ള ആളുകൾ സുരക്ഷിതരായി തിരിച്ചെത്തി കഴിഞ്ഞു. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം, മുൻപുള്ള മിഷനുകളൊക്കെ തന്നെയും ഒരുപാട് അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് ഓർമ്മയുണ്ട് കൽപ്പന ചൗളയുടെ കാര്യം നമുക്കറിയാം. അത്തരത്തിലുള്ളൊരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവരുടെ തിരിച്ചുവരവ് എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, എല്ലാവരും ശ്രദ്ധ ഊന്നിയിരുന്നത് അവർ എത്രമാത്രം സുരക്ഷിതരായി തിരിച്ചെത്തും. ഇപ്പോൾ ആ ആശങ്ക ഒഴിഞ്ഞു എന്നതാണ്. അവർ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഗൾഫ് ഓഫ് അമേരിക്ക, ഇപ്പോൾ ഗൾഫ് ഓഫ് അമേരിക്ക എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് അവർ സ്പ്ലാഷ് ഡൗൺ ചെയ്ത കാഴ്ച നാം കണ്ടു. അതിൻ്റെ ഏറ്റവും തെളിമയുള്ള ദൃശ്യങ്ങൾ നാസ ലോകത്തെത്തിച്ചു. അത് നമുക്ക് ഇതിൻ്റെ പ്രക്രിയയൊക്കെ തന്നെ നമുക്കറിയാം. കഴിഞ്ഞ 18 മണിക്കൂറുകളായി തുടരുന്നൊരു പ്രക്രിയയുടെ ഏറ്റവും പര്യവസാനമാണ്, അതിൻ്റെ ശുഭപര്യവസാനമാണ് നാം കണ്ടത്. ഇവർ ISSൽ നിന്ന് ഇവരുടെ ഡ്രാഗൺ പേടകത്തിൽ ഇവർ കയറി, അത് അവിടെ നിന്ന് അൺഡോക്ക് ചെയ്തു. തുടർന്ന് അതിൽ നിന്ന് വേർപെട്ട് അത് അതിൻ്റെ ഓർബിറ്റിൽ നിന്ന് അത് ഓട്ടോമാറ്റിക്കായി മാനുവർ ചെയ്ത് അത് ഭൗമാന്തരീക്ഷത്തിലേക്ക് കടക്കുന്നതും നമുക്കറിയാം. ഇവിടെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഭൗമാന്തരീക്ഷത്തിലേക്ക് ഇത് കടക്കുന്ന സമയത്ത് ഇതിൽ അനുഭവപ്പെടുക വലിയ തരത്തിലുള്ള താപനില ആണ് ഇതിന് അനുഭവപ്പെടുക. ഈ താപനിലയിൽ നിന്ന് സംരക്ഷിക്കാനുള്ള തെർമൽ കോട്ടിംഗ് അടക്കമുള്ള സംവിധാനങ്ങളുണ്ട്. ഈ 4 ബഹിരാകാശ യാത്രികർ ഇതിനുള്ളിൽ ഇരിക്കുന്നു. അവർ ഭൗമാന്തരീക്ഷത്തിലേക്ക് കടക്കുന്നു. ഇതിൻ്റെ വേഗതയിൽ അത് സ്വയം മാറ്റം വരുത്തുന്നു. എവിടെയാണോ ലാൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പ്രദേശത്തേക്ക് അത് കൃത്യമായി ലാൻഡ് ചെയ്യാൻ എത്തുന്നു. നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ 4 വലിയ പാരഷൂട്ടുകൾ ഓപ്പൺ ആവുന്നു. ആ പാരഷൂട്ടുകൾ തുറക്കുന്നു.
ആകുന്നതോടുകൂടി ഇതിൻ്റെ വേഗത, അതായത് സ്പ്ലാഷ് ഡൗണിന് വേണ്ട വേഗതയിലേക്ക് ഇത് ക്രമീകരിക്കപ്പെടുകയും ഇത് സമുദ്രത്തിൽ സ്പ്ലാഷ് ഡൗൺ ചെയ്യുന്നു. അപ്പോൾ തന്നെ അവിടെ തയ്യാറായിരിക്കുന്ന റെസ്ക്യൂ ബോട്ടുകൾ അതിൻ്റെ നേരെ പാഞ്ഞു പോകുന്നു. ഈ പേടകത്തെ അത് റെസ്ക്യൂ ബോട്ടുകൾ വലിച്ച് അവിടെ കാത്തു നിന്നിരുന്ന ഒരു കപ്പലിലേക്കാണ് കൊണ്ടുവരുന്നത്. അതിൻ്റെ പേര് മീഗൻ മക്കാർദർ എന്നു പേരുള്ള കപ്പലിലേക്കാണ് കൊണ്ടുവരുന്നത്. ഈ കപ്പലിലേക്ക് പേടകം എടുത്തു കയറ്റി അതിനുശേഷം കുറേ സമയം അതിൻ്റെ നാസ അതിനെ സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ എന്ന് വിളിക്കുന്ന സാധാരണ നടപടിക്രമങ്ങൾ, പാലിക്കപ്പെടേണ്ട നടപടിക്രമങ്ങളൊക്കെ തന്നെയും പൂർത്തിയാക്കുന്നത് നാം കണ്ടു. ഇതിനിടയിൽ ഉള്ളിൽ നിന്ന് ഒരു ഫ്ലാഷ് എന്ന പോലെ ഒരു ദൃശ്യം പുറത്തു വന്നു. ഈ 4 പേരെയും ഒരു നോക്ക് കാണുന്ന തരത്തിലൊരു ദൃശ്യം പുറത്തു വന്നു. പിന്നീട് ഇതിൻ്റെ ഹാച്ച് തുറക്കുന്നത്, ഇതിൻ്റെ വാതിൽ തുറക്കുന്ന അടക്കമുള്ള ദൃശ്യങ്ങൾ, അതിൻ്റെ പരിശോധനകളുടെ ദൃശ്യങ്ങളൊക്കെ തന്നെയും നാം കണ്ടു. പിന്നീടാണ് ആദ്യം നിക്ക് ഹേഗിനെയാണ് ഇവർ പുറത്തേക്ക് ഇറക്കിയത്. തൊട്ടു പിന്നാലെ അലക്സാണ്ടർ ഗുബ്രോവിനെ പുറത്തിറക്കുന്നു. മൂന്നാമതായി സുനിത വില്യംസ്, നാലാമതായി ബുച്ച് വിൽമോറിനെയും പുറത്തേക്ക് ഇറക്കി. ഏതായാലും ഏറ്റവും വിജയകരമായി, ഏറ്റവും സുരക്ഷിതമായി 4 ബഹിരാകാശ യാത്രികരെ ഭൂമിയിലേക്ക് തിരിച്ചെത്തിക്കാൻ നാസയ്ക്ക് കഴിഞ്ഞു എന്നതാണ്. ശരി സബാൻ, അത് തന്നെയാണ്, ഈ കാഴ്ച കാണാൻ വേണ്ടി തന്നെയാണ് കഴിഞ്ഞ 9 മാസക്കാലമായിട്ട് നമ്മളുമൊക്കെ കാത്തിരുന്നത്.